സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയൽ കസ്തൂരിമാൻ വീണ്ടും നല്ല മുഹൂർത്തങ്ങളോടെ പ്രേക്ഷക പ്രീതിയുമായി മുന്നേറുകയാണ്. ഇടയ്ക്ക് ട്വിസ്റ്റുകൾ കാരണം ആരാധകർക്ക് നിരാശയായിരുന്നുവെങ്കിലും പിന്നീട് കഥാഗതിയിൽ മാറ്റമുണ്ടായതോടെ വീണ്ടും പ്രേക്ഷകർ പരമ്പര ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. കാവ്യയുടെയും ജീവയുടെയും പ്രണയവും ദാമ്പത്യവുമാണ് കസ്തൂരിമാൻ സീരിയലിന്റെ ഇതിവൃത്തം. എന്നാൽ ഇവരുടെ ജീവിതത്തിനൊപ്പം ഇവരുടെ സഹോദരങ്ങളുടെ ജീവിതവും സീരിയലിന്റെ കഥാഗതിയിൽ നിർണായകമാണ്. കാവ്യയും കീർത്തിയും തന്റെ ജീവിതം നശിപ്പിച്ചു എന്നാരോപിച്ച് ശിവാനി ഈശ്വരമഠം വിട്ട് ഇറങ്ങുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത്. ശിവാനി വീട് വിട്ടിറങ്ങുന്നതിൽ അച്ചമ്മയ്ക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും കാവ്യ അച്ചമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശിവാനി തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് കാവ്യ സമാധാനിപ്പിക്കുന്നതെങ്കിലും ശിവാനി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ലെന്നാണ് അച്ചമ്മ പറയുന്നത്. ഒരു കോടീശ്വരന്റെ കല്യാണ ആലോചന വരികയും അതിന് സമ്മതിക്കാൻ ശിവാനിയെ എല്ലാവരും നിർബന്ധിക്കുകയും ചെയ്തതോടെയാണ് ശിവാനി വീട് വിട്ടിറങ്ങുന്നത്. തൻ്റെ അമ്മ ഇന്ദിരാബായിയുടെ അടുത്തേക്കാണ് ശിവാനി പോകുന്നത്. കോടീശ്വരനായ ഒരാളുടെ കല്യാണ ആലോചന വേണ്ടാന്ന് വെച്ചതിൽ ഇന്ദിരാബായി ശിവാനി കുറ്റപ്പെടുത്തുന്നു. ആ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശിവാനി ഒരിക്കലും വിവാഹിതയാകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരമഠത്തിലേക്ക് തിരികെ പോകാനും ഇന്ദിര ശിവാനിയെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ശിവാനി എത്ര സൗകര്യക്കുറവാണെങ്കിലും അമ്മയോടൊപ്പമേ താമസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നതും എപ്പിസോഡിലുണ്ട്. അതേസമയം ഈശ്വരമഠത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കാവ്യയും ജീവയും ഒന്നിച്ചുള്ള വീഡിയോയിൽ കാവ്യ അറിയാതെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നതും ഇതോടെ ജീവ അച്ഛനാകാൻ പോകുന്ന വിവരം ആരാധകർ അറിയുകയും ചെയ്യുന്നുണ്ട്. കാവ്യയ്ക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞ് എല്ലാവരും കാവ്യയെ കളിയാക്കുകയും ചെയ്യുന്നു. ടിവിയിൽ ഈ പരസ്യം കാണുന്ന കല്ലു കാവ്യയെ വിളിച്ച് അനുമോദനം അറിയിക്കുന്നു. എന്നാൽ അമ്മ സേതുലക്ഷ്മിക്ക് ഇതുവരെയും കീർത്തിയോടുള്ള ദേഷ്യം മാറിയില്ലെന്നും കല്ലു പറയുന്നു. അതോടെ കീർത്തിയുമായി അമ്മയ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം താൻ പരിഹരിക്കുമെന്ന് കാവ്യ കല്ലുവിന് വാക്കു നൽകുന്നു. അടുത്ത ദിവസം കീർത്തിയും സിദ്ധുവിനെയും കൂട്ടി ജീവയും കാവ്യയും കലാക്ഷേത്രയിലേക്ക് എത്തുന്നു. എല്ലാവരും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കീർത്തിയും സിദ്ധുവും ഒപ്പമുണ്ടെന്നും കാവ്യ പറയുന്നു. സിദ്ധുവും കീർത്തിയും അപ്പോൾ അവിടേക്ക് എത്തുന്നു. അവരെ കണ്ടതോടെ സേതുലക്ഷ്മി ദേഷ്യപ്പെടുകയും അവർ ചെയ്ത തെറ്റുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട സിദ്ധുവും കീർത്തിയും സേതുലക്ഷ്മിയോട് മാപ്പ് പറയുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത്. ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. പിണക്കങ്ങളെല്ലാം അവസാനിക്കുന്നതും എല്ലാവരും ഒന്നിക്കുന്നതുമാണ് പ്രൊമോയിലുള്ളത്. എന്നാൽ കാവ്യ ഗർഭിണിയായ ശ്രീകുട്ടിയെ കാണാൻ എത്തുന്നതും അവിടെ വെച്ച് ശ്രീജിത്തിനെ വീണ്ടും കാണുകയും ചെയ്യുന്നു. പിന്നീട് ശ്രീജിത്തിനോട് അമ്മ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ശ്രീജിത്ത് അത് എതിർക്കുകയാണ് ചെയ്യുന്നത്. പ്രൊമോയിൽ നിന്നും കാവ്യയോട് ശ്രീജിത്തിന് ഇപ്പോഴും പഴയ ഇഷ്ടമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്തിൻ്റെ മറുപടി കേട്ട് ശ്രീകുട്ടിയും അമ്മയും ഞെട്ടുന്നതും പ്രൊമോയിലുണ്ട്. കാവ്യയല്ലാതെ മറ്റാരെയും ശ്രീജിത്ത് വിവാഹം കഴിക്കില്ല എന്നാണോ പറയുന്നതെന്നാണ് പ്രേക്ഷകരുടെ സംശയം. എന്നാൽ ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ ഇനി വിവാഹിതരാവുക ശ്രീജിത്തും ശിവാനിയുമാകും എന്നാണ് സീരിയൽ ആരാധകർ പറയുന്നത്. അത്തരത്തിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയെന്നും അതിനാലാണ് ഇരുവർക്കും ഇപ്പോൾ ഒരേ സമയത്ത് കല്യാണം ആലോചിക്കുന്നതെന്നുമാണ് ആരാധകരുടെ പക്ഷം. സിദ്ധുവിനെ സ്വന്തമാക്കാനും കുടുംബം നശിപ്പിക്കാനും ഈശ്വരമഠത്തിൽ തന്നെ തങ്ങാനുമായി ശിവാനി ശ്രീജിത്തുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളാനാണ് സാധ്യത. എന്നാൽ കാവ്യയ്ക്ക് വേണ്ടിയാകും ശ്രീജിത്ത് ശിവാനി വിവാഹം കഴിക്കാൻ തയ്യാറുകയെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.